പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ഒരു പ്ലാവ് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലാണ് കുഴിച്ചിട്ടുള്ളത്. ഇത് വിയറ്റ്നാം എയർലിയാണ് കേട്ടോ. 2 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് പറയണത്. ഇപ്പം തന്നെ ഇതിന്മേൽ ചക്ക ഉണ്ട് കേട്ടോ. ഇതിന്മേൽ ചക്ക ഉണ്ടാകാനുള്ള ഇതുണ്ടല്ലേ. ഇതിനി ഒരു ചക്ക ആവുന്നുണ്ടാകുക. ഇനിയിപ്പോൾ ഉണ്ടായാൽ തന്നെ നമ്മൾ ചക്ക പിന്നെ ഉണ്ടാകാനായിക്കില്ല, പൊട്ടിച്ചിടും കേട്ടോ. ചക്ക ആണെങ്കിൽ ഇപ്പോൾ ഇലയാണെങ്കിൽ അങ്ങനെ വിരിഞ്ഞ് പോയിക്കോട്ടെ എന്ന് കരുതും. ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു തൈയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് ഇത് നട്ടിട്ടുള്ളത്. നമ്മൾ ആദ്യം മണ്ണിട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക, പിന്നെയും മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 ലെയറായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ മണ്ണ് ഇട്ടിട്ട് ഇത് ഈ മഴ ഇതൊന്നും തറഞ്ഞു പോകാതിരിക്കാൻ പിന്നെ ഈ ഒരു ഇതിട്ടതാണ് കേട്ടോ. കുറച്ച് പുല്ല്, ഉണങ്ങിയ പുല്ല് ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് പിടിച്ചത് വലുതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മക്ക് മാറ്റും കേട്ടോ. ഒരു വലിയ ഡ്രം എടുത്തിട്ട് അതിലേക്ക് മാറ്റാനാണ് പിന്നെ പ്ലാന്. എന്നിട്ടത് നമ്മൾ അതിൽ തന്നെ നിന്ന് വളർന്ന് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഒന്ന് ചക്ക ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മൾ മണ്ണിൽ നടാൻ വേണ്ടിയിട്ടല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡ്രമ്മിൽ വെച്ചാൽ തന്നെ ധാരാളം ചക്കകൾ നമുക്ക് ആവശ്യത്തിനുള്ള ചക്കയും വന്ന് കിട്ടും. പിന്നെ നമ്മളിവിടെ കൈപ്പക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ വീട്ടാവശ്യത്തിലും അതിലപ്പുറം നമുക്ക് കൈപ്പക്ക കിട്ടുന്നുണ്ട്. കണ്ടില്ല, ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഉണ്ട്. ഇവിടെ നിറയെ കൈപ്പക്കയാണ് കേട്ടത്. നമ്മളെ ആവശ്യത്തിന് കൂടുതലായിട്ട് ഇതിൽ കൈപ്പക്ക കിട്ടുന്നുണ്ട്. ഈ ചുമരിനോട് ചാരിയിട്ട് കണ്ടില്ലേ, ഇതൊക്കെ കൈപ്പക്കയാണ്. പിന്നെ നല്ല അത്യുൽപാദന ശേഷിയുള്ളൊരു കൈപ്പക്കയാണിത് കേട്ടോ. നല്ല വളർച്ച ഉണ്ടായി, പിന്നെ വളർന്ന് പിന്നെ നല്ല കായ് തരുന്ന ഒരു കൈപ്പക്കയാണ്. പിന്നെ വെണ്ടക്ക ഉണ്ട് കേട്ടോ. വെണ്ടക്ക കായ തീർന്ന് നമ്മൾ പിന്നെ വിത്തിന് ഒന്നുകൂടി നിർത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വിത്തിന് പിന്നെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല കായ ഉണ്ടാകുന്ന ഒരു വെണ്ടക്കയാണിത്. പക്ഷേ കായപ്പൊക്കെ തീർന്ന് ഇത് കവർ ഒഴിവാക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് പിന്നെ വലിയൊരു മഴയൊന്നുമില്ല. ഇന്നലെ നല്ല മഴയായിരുന്നു. പിന്നെ ഇന്ന് മഴക്കൊരു ശമനമുണ്ട്. ഏതായാലും മഴ കിട്ടുന്നിടത്തോളം നല്ലതാണ്. മഴ പോണ പോക്കിൽ തന്നെ നമുക്കൊരു മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ വേനലിൽ വെള്ളത്തിൻ്റെ പ്രശ്നമില്ലാതെ, ക്ഷാമമില്ലാതെ പിന്നെ അങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും. നമുക്കിവിടെ ഇഷ്ടംമാതിരി വെള്ളമുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ, എല്ലാ വീട്ടിലും നമുക്ക് പിന്നെ നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട്. അങ്ങനെ ആ വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ അങ്ങനെ ഈ ചെടികളൊക്കെ നടുന്നത് കേട്ടോ. വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇതിന് മെനക്കെട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മളെ കിണറ്റിൽ നല്ല വെള്ളമുള്ള കിണറാണ്. ഒരു വയലിൻ്റെ സൈഡായതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ള കാരണം ഈ മയിലുകളുടെ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ മയിൽ തിന്ന് പോകണം, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പിന്നെ നിറയെ മയിലുകളുണ്ട്. വലിയ പ്രശ്നം. ഇതിൻ്റെ ഒരു മാസം മുന്നൊക്കെ ഭയങ്കര ശല്യമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണുന്നുള്ളൂ. എന്നാലും ശല്യം എന്ന് പറഞ്ഞാൽ വന്നാൽ എന്തെങ്കിലും ഒരു പച്ചക്കറി കണ്ടാൽ അതിൻ്റെ ഇല ഫുള്ളാണ് തിന്ന് തീർക്കും. അങ്ങനത്തെ ഒരു പിന്നെ ജീവിയാണ്, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജീവിയാണ് ഈ മയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ പന്നികളാണ്. പന്നികൾ പിന്നെ നമ്മളിവിടെ ഈ കോമ്പൗണ്ടിൽ മതിൽ വെച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും പിന്നെ പന്നികളങ്ങനെ വരുന്നില്ല. മതിലില്ലാത്തവർക്ക് ഒരു കൃഷി ഉണ്ടാക്കാനും പറ്റണില്ല. പിന്നെ ഇതുകൊണ്ട് ഈ ഒണിയൻ്റെ പൂവ് കണ്ടില്ലേ. പിന്നെ ഇത് നല്ല വലുതാണ് ഒരു ചെടിയാണ് കേട്ടോ. പേരറിയില്ല. അത് നമ്മൾ ഈ ഉന്നൊക്കെ ഉണ്ടാക്കുന്ന പൂളൻ്റെ പിന്നെ ഒക്കെ ഒരു പൂളമരം ഉണ്ടല്ലോ, ഈ ഉന്നം ഈ ബെഡൊക്കെ ഉണ്ടാക്കണേ, തലേണൊക്കെ ഉണ്ടാക്കണ അതിൻ്റെ ഒരു ഉന്ന ഉണ്ടാവും, ഉന്നക്കായ ഉണ്ടാവില്ല, അതിൻ്റെ ഒരു അതേമാതിരിയുള്ളൊരു ഇലയാണിത്. പക്ഷേ അതല്ല, അതിൻ്റെ ഒരു പിന്നെ കളർ ചേഞ്ചാണിത്. ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ. മണി പ്ലാന്റ് ഇത് നമ്മൾ പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അല്ലാതെ വേർന്ന് പിന്നെ വളരാൻ അനുവദിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്നും വിരിയുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇതിന്മേൽ പൂവുണ്ടാകുന്നുണ്ട്. വേണ്ടില്ലേ, ഇപ്പം ഇന്നൊരു 5 പൂവുണ്ടായിട്ടുണ്ട്. നിറയെ പൂവുണ്ടാണ്. ഒരു എന്താണ് ഇതിൻ്റെ പേര്, ഇപ്പോൾ ലില്ലി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു, മറന്നു. ഇത് കണ്ടില്ല, ഇതിന് പിന്നെ
പിന്നെ തേനീച്ചൊക്കെ വന്നിട്ട് തേൻ കുടിക്കുന്നുണ്ടോ, ചെറിയ ഈച്ചകൾ എന്നും തേനീച്ച അതിലുണ്ടാവുന്നുണ്ട്. ഇതിലും നല്ല പൂവുണ്ട്. പിന്നെ നമ്മളിവിടെ താഴെ ഭാഗത്തൊക്കെ ചീരയാണ് നട്ടിട്ടുള്ളത്. ചീര നല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. ചീര കാക്കകളെ ശല്യം വല്ലാതെ ഉണ്ട് കേട്ടോ. കാക്കകൾ ഭയങ്കര ശല്യമാണ് ഈ കാക്കകൾ. നമ്മൾ പറയണ സംസാരമൊന്നും കേൾക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ അത്രയ്ക്ക് ശല്യമാണ് ഇവരെ കൊണ്ട്. പിന്നെ അവരെന്തെങ്കിലും ഒന്ന് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവർ നമ്മളെ കൊത്തിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ കാക്കക്കൂട്ടത്തിൽ കല്ലെറിയാൻ പാടില്ല പറഞ്ഞ മാതിരി നമ്മൾ അവരെ ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ ഈ പൂവ് എന്നും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വളം ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നല്ലതുണ്ട്. ഇത് മാസം മാറി, ഇതെല്ലാവർക്കും അറിയാം കേട്ടോ. മാസം മാറി എന്നതിന് പറയാം. പിന്നെ ഇതിൻ്റെ പേരറിയില്ല. അത് നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ. ഇതൊക്കെ ഇൻഡോറാക്കി വെച്ചാലും ഇത് കേടുവരാതെ ഇങ്ങനെ നിൽക്കും. അത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ നല്ല പിന്നെ ഇങ്ങനെ ഓരോ ഇങ്ങനെ പിരിഞ്ഞിങ്ങനെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നതാണ്. ഇതും അതുപോലെ തന്നെ കേട്ടോ. ഇതിനൊക്കെ പൂവുണ്ടാവും ചെയ്യും. പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഇവിടെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ് മൊത്തത്തിൽ പിന്നെ നല്ല പൂവാണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ടല്ലേ, മൊത്തം എല്ലായ്മേലും പൂവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ചെടികളെ മാത്രമേ പൂവാകത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ആന്തൂറിയ കേട്ടോ. ആന്തൂറിയം ഇങ്ങനെ പൂവാകുന്നുണ്ട്. കണ്ടില്ലേ, നല്ല റെഡ് കളറാണ് കേട്ടോ. ഇതിലിങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇത് ആന്തൂറിയം മിനിയേച്ചറാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഇങ്ങനെ പൂവ് ഒരു റെഡ് കളറല്ല, ഒരു റോസ് കളറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോസ് കളറാണ് ആന്തൂറിയങ്ങൾ. ഇതിമ കണ്ടില്ലേ, ഇതിമ നല്ല റെഡ് കളർ പൂവാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിമ ഉണ്ടാകുന്നത്. ഇത് വേറെ 2-4 കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മളിത് ഇതിൻ്റെ മുന്നേ മഞ്ഞ കാണിച്ചതാണല്ലോ. ഇതൊരു റോസ് കളറാണ് കേട്ടോ. അതിമ പൂവ് ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. ഇത് കണ്ടില്ലേ, ഇതൊരു റോസ് കളറാണിത്. പിന്നെ അതിൻ്റെ മഞ്ഞ ഞാനിപ്പോൾ കാണിച്ചു തരണം. മഞ്ഞ നല്ല രസമുള്ളൊരു വെറൈറ്റി തന്നെയാണ് മഞ്ഞ കേട്ടോ. കണ്ടില്ലേ, ഇത് നിറയെ മഞ്ഞ പൂക്കളാണ് കേട്ടോ. ഇത് ഇവിടെയൊക്കെ മഞ്ഞ പൂക്കളുണ്ട്. ഇതിങ്ങനെ തൂങ്ങി പിന്നെ വളരണതാണ് കേട്ടത്. ഈ ഓരോ കമ്പിലും പിന്നെ ഇങ്ങനെ പൂക്കളുണ്ടായിട്ട് ഉണ്ടാവും. ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ. മണി പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് നമ്മളെടുത്തിട്ടോ. കണ്ടില്ലേ, ഇത് പിന്നെ ഇപ്പോൾ അടുത്ത് കൊടുന്നൊരു ചെടിയാണ് കേട്ടോ. അത് ഇങ്ങനെ ഉണ്ടായി വരണുള്ളൂ. നല്ല ഉഷാറുണ്ടാകട്ടെ വലുതായാലും. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഇതിൻ്റെ മുൻപ് ഞാൻ കാണിച്ചതാണ് കേട്ടോ. ഇവ കണ്ട് പരിചയിച്ച ചെടികളാണ് ഇതൊക്കെ. ഇതൊക്കെ പിന്നെ അഗ്ലോണിയം ഉണ്ട്. ഇതൊക്കെ ഇൻഡോറാക്കി വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇത് പിന്നെ ഈ മണി പ്ലാന്റ് വേറെ ഒരു കളറാണ് കേട്ടത്. ഇതിൻ്റെ ഒരു 2-3 വെറൈറ്റി മണി പ്ലാന്റ് ഉണ്ട് നമ്മളെടുത്തിട്ടോ. ഇതാണ് നമ്മൾ വളം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൽ വേസ്റ്റ് വെള്ളം എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കും. വേസ്റ്റ് പിന്നെ മീനിൻ്റെ പിന്നെ വേസ്റ്റ്, നമ്മളെ പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇതിലാക്കിയിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ എന്ത് വേസ്റ്റും ഇതിലിടും കേട്ടോ. ഇത് നല്ല ഇളക്കി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരാഴ്ച കിടന്നാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഒരാഴ്ച അങ്ങനെ ഒന്നുമില്ല, ഡെയിലി ഇതിലിങ്ങനെ ഇടുന്നത്. നമ്മൾ ഡെയിലി ഇതിലത്തെ വെള്ളം പിന്നെ ഇതാക്കി കൊടുത്ത് നമ്മളൊരു ടൈൽസ് ഇതിങ്ങനെയാണ് മൂടി വെക്കുകയാണ് കേട്ടോ. അവിടെ മൂടി വെക്കുന്ന ഈ കാക്കയും പൂച്ചയൊന്നും മാന്തി എടുക്കില്ല.
നമ്മൾ ആ വളത്തിൻ്റെ വേസ്റ്റ് അതിൽ വരുന്ന വെള്ളം നമ്മൾ ഒരു ഒരു പിന്നെ 4 കപ്പ് എടുത്താൽ അതിൻ്റെ 1 കപ്പിന് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെയാണ് നമ്മൾ നേർപ്പിച്ചിട്ടാണ് നമ്മളത് പിന്നെ അതായത് 1 കപ്പ് എടുത്താൽ അതിന് 1 കപ്പ് വെള്ളം കൊടുക്കുക. അങ്ങനെയാണ് പിന്നെ അത്. അല്ലാതെ നേരിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി നശിച്ചു പോകും കേട്ടോ. അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങിയിട്ട് പേര് ഒരുപാട് നമ്മൾ ഈ ഇംഗ്ലീഷ് വളമൊക്കെ ഇട്ട് കൊടുത്താണ്ടല്ലോ ചില ചെടികൾ ഉണങ്ങണം, അതേമാതിരിയാണ് പോകുന്നത്. നമ്മളെ കിണറ്റിൻ്റെ മുകളിൽ ഫുള്ള് കയ്പ്പൊക്കെ ഉണ്ട് വളർന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ കയ്പ്പൊക്കെ കായ്ച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഫുള്ള് കായ്ച്ചിരിക്കണം. ഇത് നിറയെ കയ്പ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എല്ലാവരും കാണുന്ന ആൾക്കാർ പിന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറന്നു പോകില്ല. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു ചെറിയ വീഡിയോ പിന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. അതായത് ഇത് ഇങ്ങനെ വലിയ വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് എടുക്കാത്തത് ഈ ജലദോഷം പിടിച്ചിട്ട് സംസാരിക്കാൻ തന്നെ കഴിയുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഈ പിന്നെ മാതോളി മാതോളി പംബ്ലൂസ് എന്നൊക്കെ പറയും കേട്ടോ. നമ്മളവിടെയൊക്കെ മാതോളി എന്നതിന് പറയാം. നിറയെ കായകളുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇങ്ങനെ നിറയെ മാതോളി മരങ്ങൾ പിന്നെ കായ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പ്ലാവുമ്മലൊക്കെ ചക്ക ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ചക്ക ഉണ്ടാകുന്ന കാലമായിപ്പോൾ കണ്ടില്ലേ. സൂം ചെയ്തിട്ട് ഇങ്ങനെ കാണുന്നില്ലേ. ഇതൊക്കെ നിറയെ ചക്കകളുണ്ടാകുന്നുണ്ട്. നമ്മൾ പ്ലാവുമ്മൽ നമ്മളെ ആവശ്യത്തിനുള്ള കൂടുതലും ചക്ക നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ അവിടെ പിന്നെ പേരക്ക ഉണ്ട്, ഈനാമ്പഴം ഉണ്ട്, ചക്കപ്പഴം ഉണ്ട്. അങ്ങനെ പല ഫ്രൂട്ട് മരങ്ങളും നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ വീഡിയോ അത്ര നീട്ടിക്കൊണ്ടുപോകില്ല. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കുറച്ച് പൂച്ചെടിയൊക്കെ പിന്നെ മഞ്ഞ പൂച്ചെടി ഉണ്ട്. പിന്നെ അതന്നെ ഇതിൻ്റെ 2-4 കളറുണ്ട് നമ്മളെടുത്തിട്ടോ. അതിൻ്റെ വെള്ള കളർ ഉണ്ടായിരുന്നു, അത് നമ്മളതിന് നശിച്ചു പോയി. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.